2026 ഓഗസ്റ്റ് 6 സിറാജ് എഡിറ്റോറിയൽ. വാക്കുകളുടെ അതിരുകളും രാഷ്ട്രീയ മര്യാദയും. സ്ത്രീ വിരുദ്ധ പരാമർശത്തെ ചൊല്ലി വിവാദമായിരിക്കുകയാണ് തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ്റെയും കേരള ഗതാഗത മന്ത്രി CP ജോണിൻ്റെയും പ്രസംഗങ്ങൾ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് തഞ്ചാവൂരിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കവേ തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയിയെയും ഒരു സിനിമാ നടിയെയും ചേർത്ത് ദ്വയാർത്ഥത്തിൽ നടത്തിയ ഉദയനിധിയുടെ പരാമർശമാണ് വിവാദമായത്. അദ്ദേഹത്തിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു തമിഴ്നാട് പോലീസ്. കേരളത്തിൽ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയെക്കുറിച്ചുള്ള പ്രസംഗത്തിലായിരുന്നു മന്ത്രി CP ജോണിൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശം. വിവാദം കനത്തതോടെ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയേണ്ടി വന്നു മന്ത്രിക്ക്. പൊതുവേദികളിൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം പ്രഭാഷകർ വാക്കുകൾ പ്രയോഗിക്കാൻ. ഉത്തരവാദപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ചും ചിന്തകളും ആശയങ്ങളും കൈമാറുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും രാഷ്ട്രീയ എതിരാളികളുടെ ആശയ ദൗർബല്യം തുറന്നുകാട്ടുന്നതിനുമുള്ള ഉപാധിയാണ് പ്രസംഗങ്ങൾ. അത് തീർത്തും മാന്യമായിരിക്കണം. അശ്ലീല പരാമർശങ്ങളും ഏതെങ്കിലും വിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്ന പ്രയോഗങ്ങളും കടന്നു വരരുത്. പ്രതിയോഗികളെ ആശയപരമായി തുറന്നുകാട്ടുമ്പോൾ പോലും ഭാഷയുടെ മര്യാദയും ബഹുമാനവും പുലർത്തേണ്ടതുണ്ട്. ആശയങ്ങളുടെ ഏറ്റുമുട്ടലാണ് ജനാധിപത്യത്തിലെ രാഷ്ട്രീയ സംവാദം. വ്യക്തിഹത്യയിലേക്കോ അതിരുകടന്ന അധിക്ഷേപത്തിലേക്കോ അത് വഴിമാറരുത്. ആശയപരമായ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ് ഇത്തരം വ്യതിയാനങ്ങൾ. സ്ത്രീകളെ സംബന്ധിച്ച പരാമർശങ്ങളിൽ പ്രഭാഷകർക്കും ജനപ്രതിനിധികൾക്കും അതീവ ഉത്തരവാദിത്വമുണ്ട്. സ്ത്രീത്വത്തെയും അവരുടെ അന്തസ്സിനെയും തരം താഴ്ത്തി കാണിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കരുത്. സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തികാവസ്ഥകളെ പരിഹസിക്കുന്നതും അവരുടെ മാന്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങളും സ്ത്രീ സമൂഹത്തോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിനെ തെറ്റായി സ്വാധീനിക്കും. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി സർക്കാരിൻ്റെ ഔദാര്യമല്ല. സ്ത്രീകളുടെ തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട സാമൂഹിക ക്ഷേമ പദ്ധതിയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പദ്ധതിയുടെ ലക്ഷ്യത്തെ ബാധിക്കുന്നു. തെറ്റായ പരാമർശങ്ങൾ നടത്തിയാൽ മാപ്പ് പറയുന്നത് നല്ല മാതൃകയാണ്. സ്വന്തം വാക്കുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതം തിരിച്ചറിഞ്ഞ് തിരുത്താൻ മനസ്സ് കാണിക്കുന്നത് ജനാധിപത്യപരമായ സമീപനവുമാണ്. എന്നാൽ ഖേദപ്രകടനം അശ്രദ്ധയ്ക്കുള്ള ലൈസൻസ് ആകരുത്. പൊതുപ്രസംഗത്തിന് മുമ്പ് നന്നായി ആലോചിച്ചാൽ പിന്നീട് മാപ്പ് പറയേണ്ട അവസ്ഥ ഒഴിവാക്കാനാകും. ഒരു നേതാവിൻ്റെ ആദ്യ വാക്കുകളാണ് സമൂഹത്തിൽ കൂടുതലായി സ്വാധീനം ചെലുത്തുന്നത്. പിന്നീട് നൽകുന്ന വിശദീകരണം അത്രത്തോളം സ്വാധീനം ചെലുത്തണമെന്നില്ല. നേതാക്കളുടെ ഭാഷ മോശമാകുമ്പോൾ അനുയായികളുടെ ഭാഷ അതിനേക്കാൾ മോശമാകുന്നത് സ്വാഭാവികം. സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തെ നന്നായി സ്വാധീനിക്കുന്ന കാലമാണിത്. നേതാവിൻ്റെ പ്രസംഗം നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. അതിലെ തെറ്റായ പരാമർശം വർഷങ്ങളോളം പിന്തുടരുന്ന രാഷ്ട്രീയ ബാധ്യതയായി മാറും. ഓരോ വാക്കും പൊതുരേഖയായി മാറുമെന്ന ബോധ്യത്തോടെയായിരിക്കണം പ്രഭാഷണങ്ങളിൽ ഓരോ വാക്കും പ്രയോഗിക്കേണ്ടത്. ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. ഇതേ ഭരണഘടനയാണ് ഒരു വ്യക്തിയുടെ അന്തസ്സിനും വ്യക്തിത്വത്തിനും സംരക്ഷണം നൽകുന്നതും. എന്തും എങ്ങനെയും പറയാനുള്ള അവകാശമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം. മാന്യതയോ ധാർമ്മികതയോ ലംഘിക്കുന്ന പരാമർശങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും വ്യാജ വാർത്തകളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരില്ല. മറ്റുള്ളവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ബഹുമാനിക്കുന്ന വിധം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമേ അത് നൽകുന്നുള്ളൂ. ഭരണ അധികാര പരിധിയിലുള്ളവരുടെ കാര്യത്തിൽ ഇത് കൂടുതൽ ബാധകമാണ്. വിയോജിപ്പുകൾ എത്ര ശക്തമാണെങ്കിലും ഭാഷയിൽ, സംസാരത്തിൽ മാന്യത പുലർത്തിയിരുന്ന മുൻകാല നേതാക്കൾ ആശയപരമായ പോരാട്ടം അധിക്ഷേപത്തിലേക്കും വ്യക്തിപരമായ അവഹേളനത്തിലേക്കും വഴിമാറിയിരുന്നില്ല. ആ രാഷ്ട്രീയ പാരമ്പര്യം പുനഃസ്ഥാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുറിവുകളും വിഭജനങ്ങളും സൃഷ്ടിക്കുന്നതാകരുത് ജനാധിപത്യ സമൂഹത്തിൽ വാക്കുകൾ. മുറിവുകൾ ഉണക്കുന്നതും വിടവുകൾ നികത്തുന്നതുമാകണം. എതിരാളിയെ തോൽപ്പിക്കാൻ ഭാഷയെ ആയുധമാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾക്ക് ആശയപരമായ ബോധം നൽകാൻ ഭാഷയെ ഉപാധിയാക്കുന്ന രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റമാണ് ജനാധിപത്യം ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ പദവിയെയും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെയും സംബന്ധിച്ച ബോധത്തോടെയായിരിക്കണം നേതാക്കൾ സംസാരിക്കേണ്ടത്.
സംവാദങ്ങൾ രൂക്ഷമാകാം, വിമർശങ്ങൾ കടുത്തതാകാം. അതിലൊന്നും പക്ഷേ സഭ്യതയുടെയും സാമാന്യ മര്യാദയുടെയും അതിരുകൾ ലംഘിക്കേണ്ടതില്ല. നേതാക്കളുടെ അപകീർത്തികരമായ പ്രസംഗങ്ങൾ കേട്ട് കൈയടിക്കുന്ന അണികളും മാറി ചിന്തിക്കേണ്ടതുണ്ട്. നേതാവ് എന്തു പറഞ്ഞാലും ന്യായീകരിക്കുന്ന പ്രവണത അവസാനിപ്പിച്ച് തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ അനുയായികൾ മുന്നോട്ട് വന്നാൽ മോശം ഭാഷ സംസാരിക്കുന്ന നേതാക്കളും തിരുത്താൻ നിർബന്ധിതരാകും.